ബാങ്കിംഗ് മേഖലയിൽ എങ്ങനെയാണ് ഒരു മികച്ച കരിയർ നേടാൻ സാധിക്കുക? ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു പാക്കേജാണ് ഒരു ഫ്രഷറിന് ഓഫർ ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ബാങ്കിംഗ് മേഖല ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാം, ലോകത്തിൽ ഏത് റീജിയനിൽ പോയാലും ബാങ്കിങ് സെക്ടറിലേക്ക് ഓപ്പണിങ്സ് ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ബാങ്കിങ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാഷണൽ ബാങ്കുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഇന്ത്യക്ക് പുറമേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇന്ത്യയിലായിക്കോട്ടെ, ഒരുപാട് ഇന്റർനാഷണൽ ബാങ്കുകളിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അതിനൊപ്പം തന്നെ ഫിനാൻഷ്യൽ സർവീസസ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കമ്പനീസ് നമ്മുടെ നാട്ടിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖലയാണ് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖലയാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് എന്ന മേഖല. പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് ഒരു പിക്ചർ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം എന്താണ് സെക്ടർ, അല്ലെങ്കിൽ പലപ്പോഴും നോക്കുന്ന ഒരു പോയിന്റാണ് ബാങ്കിങ് മേഖല ഭയങ്കര ടഫാണെന്നൊക്കെ പലരും പറയാറുണ്ട്. ഏത് മേഖലയിലായാലും അതിൻ്റെതായ വർക്കും ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് കരിയർ ഗ്രോത്ത് കിട്ടുന്ന സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖലയാണ് ബാങ്കിങ് എങ്കിൽ ആ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യൽ ഏറ്റവും നല്ല കാര്യം. അതിനൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. പക്ഷേ ഈ ബാങ്കിങ് മേഖലയിലേക്ക് നമുക്കൊരു കരിയർ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ചുമ്മാ ഒരു ഡിഗ്രി കൊണ്ട് മാത്രം നടക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ബാങ്കിങ് മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്ട് നോളജും, എസ്പെഷ്യലി ഇപ്പോൾ ഡിജിറ്റൽ കാലഘട്ടം കൂടിയാണ്, അതിനൊപ്പം തന്നെ എയുടെ കാലഘട്ടം കൂടിയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ച് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, ഒപ്പം തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ച് എല്ലാ ഒരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ഒരു ഡിഗ്രി കൊണ്ടോ ബികോമോ BBA ഡിഗ്രി കൊണ്ട് മാത്രം നമുക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇന്ന് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള PGDM പ്രോഗ്രാംസ് ഇന്ന് പല ബാങ്കിങ് കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ അടുത്തൊരു കാര്യമുള്ളതാണ് നാഷണൽ ബാങ്കിലേക്ക് ജോലി എന്നുള്ളത്. സാധാരണ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ബാങ്ക് കോച്ചിങ് എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഒരു ബാങ്ക് കോച്ചിങ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ എത്ര വർഷങ്ങൾ എത്ര മാസങ്ങൾ ബാങ്ക് കോച്ചിങ് ചെയ്യണം എന്നുള്ളത്. കാരണം നാഷണൽ ബാങ്കുകൾ ജോലി കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം, പെൻഷനും ബാക്കിയെല്ലാം വരുന്നതാണ്. പക്ഷേ നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 ബാങ്കിങ് മേഖല നാഷണൽ ബാങ്കിൽ നോക്കുകയാണെങ്കിൽ 27 ബാങ്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ 2021 കടക്കുമ്പോൾ അത് എന്ത് ചെയ്യും, 12 ബാങ്കുകളായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇനിയിപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഇപ്പോൾ 2025 വീണ്ടും ബാങ്കുകളെ ലയിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ബാങ്കുകളുടെ എണ്ണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടി ഒരുപാട് സമയം കളയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊപ്പം തന്നെ ബാങ്കിങ് മേഖലയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊക്കെ ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ അപ്പോൾ അതിലേക്കും നോക്കാം. അതിനൊപ്പം തന്നെ ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഓപ്ഷൻ കൂടിയിട്ടുള്ള രണ്ടും കമ്പൈൻഡ് ആയിട്ടുള്ള PGDM പ്രോഗ്രാംസ്, ഒരു ഫ്യൂച്ചർ ബാങ്കിങ് പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതും ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോഗ്രാംസ് ചെയ്യുകയാണെങ്കിൽ കരിയർ കുറച്ചുകൂടി സെക്യൂർ ആണ്. അതിനൊപ്പം തന്നെ ബാങ്കിങ് സെക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൊസൈറ്റിയിലായിക്കോട്ടെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ ബാങ്കിങ് പറയുകയാണെങ്കിൽ ബാങ്കിലുള്ള ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലായിക്കോട്ടെ നല്ലൊരു ഡിഗ്നിറ്റിയുള്ള ജോബ് റോൾ കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളെ കരിയർ ചൂസ് ചെയ്യാനായിട്ട്. അതിനൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറമെ മിഡിൽ ഈസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ട് ബാങ്കിങ്ങിൽ. പക്ഷെ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സബ്ജക്ട് നോളജ് വേണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല സെക്യൂർ ആയിട്ടുള്ള നല്ല ഒരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ ബാങ്കിങ് മേഖല വൺ ഓഫ് ദ റൈറ്റ് ചോയ്സ് ആണ്.